ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് അടിപൊളി ബീഫ് സ്റ്റൂ വെക്കാം. അതിനാവശ്യമായ ചേരുവകൾ: കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഒന്നാം പാൽ. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. കുക്കർ നല്ലവണ്ണം ചൂടാവണേ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇടുക. 1/2 ടീസ്പൂൺ നെയ്യ് മതിയേ. അതോടെ ഇട്ട ശേഷം അതിൻ്റെ അകത്തോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇടുക. അതിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. പട്ടയും ഗ്രാമ്പു ഏലക്കയും നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ അതിലേക്കിട്ട് സവോള ഇടുക. സവോള ഇട്ട ശേഷം സവോള നല്ലവണ്ണം ഇളക്കണം. അതിൻ്റെ പച്ച ചുവ മാറണം. അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചി ഇടുക. ഇഞ്ചി അവിടെ കിടന്നൊന്ന് നല്ലവണ്ണം വഴന്ന് വരണേ. ഇഞ്ചി ഒരുമാതിരി വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിടണം. നീളത്തിലരിഞ്ഞിടണം. സ്റ്റൂ അല്ലേ, അതിനിപ്പം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞിടുക. അതൊന്ന് നല്ലവണ്ണം ഇളക്കുക. നല്ലവണ്ണം ഇളക്കിയ ശേഷം അതിൻ്റെ അകത്തോട്ട് ഒരു 3-4 പച്ചമുളക്, 3-4 എരിവ് വേണം. നമ്മൾ അതിൻ്റെ അത് മുളക് പൊടി ചേർക്കുന്നില്ല. 3-4 പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് ഇളക്കിയ ശേഷം നല്ലവണ്ണം ഇളക്കണം. പച്ചമുളക് ഇട്ട് ഇളക്കണം നല്ലവണ്ണം. അപ്പോൾ അതൊന്ന് വഴന്ന് വരണം. അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പിടുക. അത് വഴന്ന് വരണ്ടേ, അതിനാവശ്യമായ ഉപ്പിടുക. ഉപ്പിട്ട് നല്ലവണ്ണം ഇളക്കണം. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇടുക. ബീഫ് ഒരു 5-6 പ്രാവശ്യമെങ്കിലും കഴുകണം കേട്ടോ. ബീഫിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ബീഫിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ ആ ഒരു കളർ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ബീഫ്. പിന്നെ അതിൻ്റെ അകത്തോട്ട് ക്യാരറ്റും കിഴങ്ങും കൂടി ഇടുക. കിഴങ്ങും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കുക. നല്ലവണ്ണം ഇളക്കണം ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വിനാഗിരി ഒഴിക്കുക. സ്വല്പം വിനാഗിരി ഒഴിച്ചാൽ മതി. ഒരു തുള്ളി വിനാഗിരി ഒഴിക്കുക. പാകത്തിന് ഇച്ചിരി കറിവേപ്പില ഇടുക. കറിവേപ്പിലയൊക്കെ കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര ഇട്ടത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ഇടുക. എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട ശേഷം ഈ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാൻ പിഴിഞ്ഞ് വെച്ചായിരുന്നേ. അതിൽ 1-ാം പാല് ഞാൻ കാണിച്ചുള്ളൂ. 2-ാം പാല് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ 2-ാം പാലും അതിൻ്റെ കൂടെ ഇടണം. ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം വേണം ഇടാൻ. 2-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണ്ടേ. അത് കാരണം ഒന്നും കൂടെ 2-ാം പാലിട്ട ശേഷം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം. അതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ട് അടച്ചു വയ്ക്കുക. എൻ്റെ കുക്കറിന് ഒരു 3-4 വിസിൽ കയറണം എങ്കിലേ വേവുള്ളൂ. നിങ്ങളുടെ കുക്കറിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത്രയും ഒരു 6 വിസിലെങ്കിലും ഊതിയാലും ഒരു. അതിന് ശേഷം അതിൻ്റെ വിസിലെല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് അതൊരു വേറൊരു പാത്രത്തിലിട്ട് പകർത്തുക. വേറൊരു പാത്രത്തിലോട്ട് മൊത്തം ഇടണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇളക്കണം. ഗ്യാസ് ഓണായിരിക്കണേ. നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പച്ചമുളക് മാത്രമല്ലേ ഇട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. ഇടുക. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ ഇളക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ കോൺഫ്ലവർ ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. ചിലർക്ക് കൊഴുപ്പ് വേണമല്ലോ സ്റ്റൂവിന്. അത് അടിപൊളി ബീഫ് സ്റ്റൂ റെഡിയായി. കൂടെ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്.